പടം നല്ല ഇതൊരു ക്യാമ്പസ് ചിത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ത്രില്ലായിട്ട് തോന്നുന്നു. അത് കേസി പറയല്ല, രണ്ട് പാർക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട്. അതൊന്നും എനിക്ക് ലാഗ് തോന്നിയില്ല. പിന്നെ നല്ല നല്ല പാട്ടുകളുണ്ട്. ശരിക്കും പറഞ്ഞ പ്രണയ ചിത്രം അങ്ങനെ ഇതിനെ പറയാം. ഇതിന്റെ പേരും എല്ലാവരും കൊണ്ടും യോജിച്ചൊരു പടം. എന്തായാലും കൊള്ളാം, ബോറടിച്ചിരുന്നില്ല. വെറൈറ്റി ആയിട്ടുള്ള ഒരു അതൊക്കെ ഒരു നല്ല കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ബോറടിക്കുന്ന പോലെ തോന്നിയില്ല. അടിപൊളി, നല്ല വെറൈറ്റി സബ്ജക്റ്റ് ആയിരുന്നു പടം. ലാസ്റ്റ് നല്ല മോട്ടിവേഷൻ ആയിരുന്നു. ഡയാനയും അതുപോലെ തന്നെ കൂടെ അഭിനയിച്ച അൻഷും പോലെ അടിപൊളിയായിരുന്നു. ഒരു ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ വെറൈറ്റി സബ്ജക്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഹാപ്പിയാണ്. ഉറപ്പായിട്ടും ഒന്ന് കറൻസെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. ഒന്ന് മറ്റേ ഹോസ്പിറ്റലിലേക്ക് വരുന്നതേ ഉള്ളൂ. കുറച്ചു കാണാം. അത് മാത്രമല്ല, ഇതില് പ്രത്യേകത പറഞ്ഞാൽ സംവിധായകൻ വളരെ നന്നായിട്ട് അഭിനയിച്ചത്. എനിക്ക് വളരെ സന്തോഷമായി. കാരണം വർക്കൗട്ടാണ് ഇത് ആദ്യമായിട്ടാണ് സംവിധായിച്ചത്. ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഇനിയും നല്ല സിനിമ ഉണ്ടാവട്ടെ. ഈ ഒരു ക്യാമ്പസ് സ്റ്റോറിക്ക് ആശംസകൾ. എല്ലാവരും കാണുക, നല്ല പടമാണ്. നല്ല പടമാണ്. ആക്ടേഴ്സൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളി പടം. നല്ല സിനിമ, നല്ലൊരു ക്യാമ്പസ് സിനിമ. അടിയിടി കുട്ടികൾക്കൊന്നുമില്ലാത്ത നല്ല പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. സൂപ്പർ ഫിലിം, സൂപ്പർ. ഒരു ലാഗ് ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ക്യാമ്പസ് ഫിലിം. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകർ കണ്ടപ്പോൾ? അടിപൊളി, സൂപ്പർ പടം, നല്ല പടം. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകർ കണ്ടപ്പോൾ? എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിട്ടുണ്ട്. ഒരു പഴയ കാലത്തിലേക്ക് പോയ ഒരു ഓർമ്മ. നല്ല പടമാണ്. പിന്നെ അടുത്ത കാലത്തിൽ ഇറങ്ങിയതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള നല്ല പടം, സൂപ്പർ പടം. പ്രേക്ഷകരുടെ കണ്ടത് എങ്ങനെയുണ്ടായിരുന്നു? നല്ല അണിയർ പ്രവർത്തകർക്ക് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മ്യൂസിക്കാണ്, നല്ല ഡയറക്ഷനാണ്. നന്നാമതിലാണെങ്കിൽ പോലും നമുക്കത് അറിയത്തില്ല. പിന്നെ താരങ്ങൾ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നല്ല സ്പേസിൽ നല്ല പെർഫോമൻസ് ആണ്. നായകൻ നായികയൊക്കെ ഗംഭീരമായിട്ടുണ്ട്. റിയലി ഫീൽ ഗുഡ്, ഫീൽ ഗുഡ് ഫുൾ ക്യാമ്പസ്. റിലീസായിരിക്കും, സൈന പ്ലേയിലായിരിക്കും റിലീസ് ചെയ്യുന്നത്. മറ്റേ ട്രെയിലർ ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട്. നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു ആണ്. ആക്ച്വലി 3 വർഷത്തോളമായി ഇതിൻ്റെ റിലീസിന് വേണ്ടി ശരിക്കും വെയിറ്റ് ചെയ്യുക. ഭയങ്കര കുറച്ചൊരു മെച്ചപ്പെട്ട മൂവിയായിരുന്നു ആണ്. പാട്ടുകൾ കുറച്ച് ഇമോഷണലാണ്. കാരണം ഏറ്റവും നന്ദി പറയാൻ പേടിച്ചിട്ട് അത് നിങ്ങളെ കൂടി നമ്മുടെ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് തരാൻ പറ്റുള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ക്യാമ്പസ് മൂവിയല്ലേ, നിങ്ങളെല്ലാവരും എല്ലാവരോടും പറയണം, പടം കാണാൻ വേണ്ടി പറയണം.
കാണാതെ പോയാൽ നമ്മൾ കഷ്ടപ്പെട്ട് വെറുതെ പോകും. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, എനിക്ക് ബോറടിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷം. എന്നൊക്കെ പറഞ്ഞു